കഴിഞ്ഞ 4 വർഷങ്ങളായി ഞാൻ ബുക്ക് വായന തുടങ്ങിയിട്ട്. ഈ സമയം കിട്ടുമ്പോൾ മാത്രമുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള വായനയല്ല, അത്യാവശ്യം നിറയെ ബുക്സ് വായിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ എന്റെ കരിയർ തന്നെ ബുക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30+ ബുക്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിൽ വായിച്ചിട്ടുണ്ട്. വായിക്കുക മാത്രമല്ല, ഐ ട്രൈഡ് അപ്ലൈങ് ദം ഇൻ മൈ ഡെയിലി ലൈഫ്. ഇത് കേട്ട് അയ്യോ ഇത്ര ബുക്സിലെ കാര്യമൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാനാ, ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് നിങ്ങൾക്ക് വേണേൽ ഡൗട്ട് വരാം. ഇവിടെയാണ് നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കേണ്ടത്. ഈ ബുക്സ് വായിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാരൊന്നും ഒരു ബുക്ക് വായിച്ചു എന്നാ പിന്നെ ഇനി ഇതിലെ എല്ലാ ലെസൺസും അപ്ലൈ ചെയ്തേക്കാം എന്ന് ട്രൈ ചെയ്യാറില്ല. വായിച്ച എല്ലാ കാര്യത്തെക്കുറിച്ച് തല പുകയ്ക്കുന്നതിന് പകരം ഒരു ബുക്കിൽ നിന്നും ഒരു ലെസൺ ആണെങ്കിലും മതി നമുക്ക്. പക്ഷെ അത് നമുക്ക് റെസനേറ്റ് ചെയ്യുന്നതാവണം. പിന്നെ നമ്മൾ അത് ഉടനെ തന്നെ അപ്ലൈയും ചെയ്യണം, അതും കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പോഴാണ് ഈ ബുക്സ് ചേഞ്ച് മൈ ലൈഫ് എന്ന ആ ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറയാലോ, അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അതാണ് ഈ ചാനൽ തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ. ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ബുക്സിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കി എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന 6 ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നതിന് എന്നെ സഹായിക്കുന്ന ഹാബിറ്റ്സ് ആണ് ഇതെല്ലാം. ഹോപ്പ് ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങളും ഇതിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ഹാബിറ്റ് എങ്കിലും അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹാബിറ്റ് നമ്പർ 1, റെഡ്യൂസ് ഫ്രിക്ഷൻ ടു സ്റ്റാർട്ട്. നമുക്ക് എല്ലാവർക്കും മൈൻഡിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ബുക്സ് വായിക്കണം, എക്സസൈസ് ചെയ്യണം, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ടാസ്കും ഉണ്ടാവും നമുക്ക് ചെയ്യാനായിട്ട്. ലൈക്ക് എക്സാമിന് പഠിക്കണം, അസൈൻമെന്റ് ചെയ്യണം, പ്രൊജക്ട് ചെയ്യണം, വീട് ഡിക്ലട്ടർ ചെയ്യണം, ഹെൽത്തി മീൽസ് കുക്ക് ചെയ്യണം എന്നൊക്കെ. ബട്ട് മിക്ക സമയത്തും നമ്മൾ ഇതൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. അതിനുള്ള ഒരു മെയിൻ കാരണമാണ് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം, ബട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഈ സ്റ്റാർട്ടിങ് ട്രബിൾ മാറ്റാൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലെസൺ ഉണ്ട്. മേക്ക് ഇറ്റ് ഈസി. ഫ്രിക്ഷൻ ഒഴിവാക്കുക. ഇത് എത്രമാത്രം ഈസി ആക്കണം എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു മേക്ക് സ്റ്റാർട്ടിങ് സോ ഈസി ദാറ്റ് യു കാണ്ട് അവോയ്ഡ് ഇറ്റ്. ഇതിനൊരു എക്സാമ്പിൾ ആണ് 30 മിനിറ്റ്സ് ഞാൻ ബുക്ക് വായിക്കും എന്ന് പ്ലാൻ ചെയ്യുന്നതിന് പകരം ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കും എന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് വായിക്കാനുള്ള ബുക്ക് എവിടെ ഇരുന്നാണോ നിങ്ങൾ സാധാരണ വായിക്കുന്നത് അവിടെ നേരത്തെ തന്നെ എടുത്തു വയ്ക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഒരു മോഡ്യൂൾ ഫുള്ള് പഠിക്കും എന്ന് പറയുന്നതിന് പകരം ഒരു ചാപ്റ്റർ പഠിക്കും എന്ന് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് തുടങ്ങി കിട്ടിയാൽ മൊമെന്റം വന്നോളും. അത് പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്റെ വർക്കിൽ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുക എന്നതാണ് എനിക്ക് ഇത്തിരി പണിയുള്ള കാര്യം. ബട്ട് അതാണ് എന്റെ മോസ്റ്റ് വാല്യുബിൾ വർക്ക്. സോ ഏത് ബുക്കിന്റെ ആണോ ഞാൻ എഴുതുന്നത് അത് എന്റെ ഡെസ്കിന്റെ മുമ്പിൽ തന്നെ വെക്കും, വിത്ത് നോട്ട്ബുക്ക്, പെൻ എല്ലാം. നെക്സ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്ക്ഔട്ട് ക്ലോത്ത്സ് ഒക്കെ രാത്രി തന്നെ എടുത്തു വെക്കും. അത് എക്സസൈസ് രാവിലെ ചെയ്യാനുള്ള ഫ്രിക്ഷൻ കുറയ്ക്കും. ഹാബിറ്റ് നമ്പർ 2, ഡു ദ ഹാർഡസ്റ്റ് ജോബ് ഫസ്റ്റ്. ലെറ്റ്സ് ഇമാജിൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ടാസ്ക് ചെയ്യാനുണ്ട് എന്ന്. അതിൽ നിങ്ങൾ എപ്പോഴും ഏത് ടാസ്ക് ആണ് ആദ്യം ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത്? മിക്കവരും ആ ലിസ്റ്റ് ഫുൾ ഒന്ന് നോക്കിയിട്ട് ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക. ഇതൊക്കെ ചെറിയ ടാസ്ക് അല്ലേ, വേഗം തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം, അത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ടാസ്ക് ചെയ്യാൻ കുറേ സമയം കിട്ടുമല്ലോ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ ഈ ഒരു സൈക്കോളജി വർക്ക്ഔട്ട് ആവില്ല. ചെറിയ ടാസ്ക് ആണെങ്കിലും അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെയും മൈൻഡിലെയും ബാറ്ററി ഡ്രെയിൻ ആവുകയാണ്. ചെറിയ ടാസ്ക് കഴിഞ്ഞ് വലിയ മെയിൻ ടാസ്ക് എത്തുമ്പോൾ എനർജി കുറഞ്ഞിട്ട് നമ്മുടെ ആ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. മിക്ക സമയങ്ങളിലും നമ്മൾ ആ ബിഗ് ടാസ്കിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. ബട്ട് അതായിരിക്കും നമുക്ക് വാല്യൂ നൽകുന്ന ടാസ്ക്. ഇങ്ങനെ ആകുമ്പോൾ എപ്പോഴും ബിസി ആയിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, എന്നാൽ പ്രോഗ്രസ്സും ആവില്ല. അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. നേരെ മറിച്ച് ഫസ്റ്റ് തന്നെ മെയിൻ ആയിട്ടുള്ള വലിയ ടാസ്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുമായിരിക്കും, ചെയ്യാൻ പാടുമായിരിക്കും. ബട്ട് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടി കുട്ടി ടാസ്ക് ഒക്കെ കണ്ടാലും എന്തായിരിക്കും തോന്നുക? ഒരു തമിഴ് മൂവിയിൽ പറയുന്ന പോലെ എവ്വളവോ പണിയിട്ടം ഇത പണ്ണ മാട്ടമാ എന്നായിരിക്കും അല്ലേ? ഇങ്ങനെയുള്ള ലോ വാല്യൂ തരുന്ന ചെറിയ ടാസ്ക് ഇൻ കേസ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്താലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരു വലിയ ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല മീനിങ് ഫുൾ ആയിട്ട് തോന്നും. ഈ ഒരു ഹാബിറ്റ് ഞാൻ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിലൂടെയാണ് പഠിച്ചത്. നമ്മുടെ ഈ വലിയ ഇമ്പോർട്ടന്റ് ടാസ്കിന് ഈ ബുക്കിൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫ്രോഗ് എന്നാണ് പറയുന്നത്. സോ എല്ലാ ദിവസവും ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഏതാണ് എന്റെ ബിഗ്ഗസ്റ്റ് ഫ്രോഗ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് എന്റെ ലൈഫിലെ 2 എക്സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യാം. ഡെയിലി എക്സസൈസ് ആണ് എന്റെ എപ്പോഴത്തെയും ബിഗ്ഗസ്റ്റ് ഫ്രോഗ്. ഇൻ കേസ് ഞാൻ എണ്ണീറ്റതും അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ ഉറപ്പാണ്. മൂഡില്ല, ടയേർഡാണ്, ടൈം ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് എന്റെ മൈൻഡ് കണ്ടുപിടിക്കും. ബട്ട് അത് ഫസ്റ്റ് തന്നെ ചെയ്താൽ പിന്നെ മനസ്സിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് എന്റെ മന്ത്ലി വീഡിയോ ഷൂട്ട് ഡേ. ഞാൻ ഒരു മാസത്തിലെ കണ്ടന്റ് ഫുള്ള് ബാച്ച് ആയിട്ട് ഒരു ദിവസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ, ലൈറ്റ് സെറ്റിംഗ്, പിന്നെ ഷൂട്ട്, അങ്ങനെ എല്ലാം കൂടി 2 to 3 hours എടുക്കും.
ബട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല സമാധാനമായിരിക്കും. ഇത് ചെയ്ത് തുടങ്ങാനായിട്ട് ഇത്തിരി പണിയാണെങ്കിലും എൻ്റെ ബിഗ്ഗസ്റ്റ് ഫ്രോഗ് അന്നത്തെ ദിവസം അതാണ്. സോ ഫസ്റ്റ് തന്നെ അത് ചെയ്യും. ഹാബിറ്റ് നമ്പർ 3, ദ വൺ തിങ് അപ്രോച്ച്. ബുക്ക് വായന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് പ്രൗഡായി പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ മൾട്ടി ടാസ്കിങ്ങിൽ ഭയങ്കര ടാലന്റഡ് ആണ്, എനിക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോഴല്ലേ ഒരു കാര്യം പിടികിട്ടുന്നത്, മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും റിയാലിറ്റിയിൽ അത് അങ്ങനെ അല്ല. അവിടെ വെറുതെ ടാസ്ക് സ്വിച്ചിങ് ആണ് നടക്കുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ ബ്രെയിനിന് പണി കൊടുക്കുന്നു, അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അതിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റാതെ ആക്കുന്നു. ദ വൺ തിങ് എന്നൊരു ബുക്കിൽ ഒരു കാര്യം മാത്രം ചൂസ് ചെയ്ത് അതിൽ ഫുൾ ഫോക്കസും എനർജിയും കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ പ്രോഗ്രസ് വിചാരിച്ചതിലും വേഗം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്ക് ചിലപ്പോൾ അയ്യോ ഒരു കാര്യമല്ലേ ചെയ്തുള്ളൂ എന്ന് തോന്നുമെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ടാസ്ക് നമ്മുടെ ഹൈ പ്രയോറിറ്റി ടാസ്ക് ആണെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് വേറെ ലെവലായിരിക്കും. ഈ ഒരു ഹാബിറ്റ് ഞാൻ എൻ്റെ വർക്കിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ, ബട്ട് അതിന്റെ ബെനിഫിറ്റ് എനിക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ പ്രയോറിറ്റി ബേസ് ചെയ്ത് ടാസ്ക് ചൂസ് ചെയ്താൽ ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് മൈ വൺ തിങ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വലുതായിട്ട് എഴുതിയിട്ട് അതിന് താഴെ ചൂസ് ചെയ്ത ടാസ്ക് ഏതാണെന്ന് എഴുതും. എന്നിട്ട് ആ സ്റ്റിക്കി നോട്ട് എൻ്റെ വർക്ക് ഡെസ്കിൽ ഒട്ടിച്ചു വെക്കും. സോ അതെനിക്കൊരു റിമൈൻഡർ ആണ്, ആ ഒരു ടാസ്ക് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അത് കഴിഞ്ഞതും ആ സ്റ്റിക്കി നോട്ട് മാറ്റിയിട്ട് നെക്സ്റ്റ് ടാസ്ക് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സില്ലി ആയിട്ടൊക്കെ തോന്നിയാലും ട്രസ്റ്റ് മീ, ഇറ്റ് റിയലി ഇംപ്രൂവ്സ് യുവർ പ്രൊഡക്ടിവിറ്റി. യൂഷ്വലി ഞാനൊരു കാര്യം ചെയ്യാനെടുക്കും, കുറച്ച് കഴിഞ്ഞത് അയ്യോ മറ്റേ ടാസ്ക് ചെയ്തില്ലല്ലോ, അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്താലോ, അയ്യോ ആ സാധനം വാങ്ങാനുണ്ടായിരുന്നല്ലോ, അയ്യോ വന്ന കമന്റ്സിന് റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ട് നടക്കും. പല കാര്യങ്ങളും ചെയ്ത് ടാസ്ക് സ്വിച്ചിങ് ചെയ്തിരിക്കുമായിരുന്നു. ബട്ട് ഈ ഒരു വൺ തിങ് അപ്രോച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ വർക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആവാൻ തുടങ്ങി. ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്. വൺ തിങ്, ഫുൾ ഫോക്കസ്. ഹാബിറ്റ് നമ്പർ 4, ഡീപ് വർക്ക് ബ്ലോക്സ്. ഡീപ് വർക്ക് എന്ന ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണിത്. അലൊക്കേറ്റ് ഡീപ് വർക്ക് ബ്ലോക്സ് ഇൻ മൈ റൂട്ടീൻ. ശരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കിൽ പ്രോഗ്രസ് കൊണ്ടുവരണമെങ്കിൽ ഡീപ് വർക്ക് ഇല്ലാതെ നടക്കില്ല. ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഒരു വർക്ക് എടുത്തിട്ട് അതിൽ ഫുള്ളായി മുഴുകിയിരുന്ന് ചെയ്യുന്നതാണ് ഡീപ്പ് വർക്ക്. 8 മണിക്കൂർ ഫുള്ള് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് 2 മണിക്കൂർ ഡീപ്പ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇയാളെന്താ കുറച്ചു നേരം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, പണിയൊന്നും എടുക്കുന്നില്ലേ എന്നൊക്കെ തോന്നും. ബട്ട് റിയൽ പ്രോഗ്രസ് ആ 2 മണിക്കൂറിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അവര് റിയലൈസ് ചെയ്യാറില്ല. ഇത് IT കമ്പനിയിലൊക്കെ കാണുന്ന ഒരു പ്രവണതയാണ്. വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ഒരു ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നല്ല പ്രൊഡക്റ്റീവ് ആവാനായിട്ട് പറ്റും. വർക്ക് വേഗം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. മാത്രമല്ല ചുമ്മാ കുറെ നേരം വർക്കും പിടിച്ചോണ്ടിരിക്കാതെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ടൈം റിലാക്സ് ചെയ്യാനും മറ്റ് ഫൺ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാനും ഒക്കെ സാധിക്കുന്നു. ഇത് നമ്മുടെ മെന്റൽ എനർജി കൂട്ടി ബാറ്ററി റീചാർജ് ചെയ്ത് നെക്സ്റ്റ് ടാസ്ക് ഒക്കെ ചെയ്യാനുള്ള മോട്ടിവേഷനും മൊമെന്റവും ഒക്കെ കൊണ്ടുവരുന്നു. ഞാൻ വർക്കിനായിട്ട് ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഡെയിലി ഡീപ് വർക്കിനായിട്ട് മാറ്റി വെക്കാറുണ്ട്. ആ ടൈമിൽ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവില്ല. ഫോണ് വേറെ മുറിയിലായിരിക്കും, കുട്ടികളോടൊക്കെ ഓൾറെഡി ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ടാവും, മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഞാനും എൻ്റെ വർക്കും മാത്രം. നല്ലൊരു ഹാബിറ്റ് ആണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാബിറ്റ് നമ്പർ 5, ഡീപ് വർക്ക് ആൻഡ് ഷാലോ വർക്ക് ബേസ്ഡ് ഓൺ മൈ എനർജി ലെവൽ. ഡീപ് വർക്ക് എന്ന ബുക്കിലൂടെ ഡീപ് വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിച്ചു. എന്നാൽ പിന്നെ ഈ പറഞ്ഞ ഡീപ് വർക്ക് ഫുൾ ഡേ ഇരുന്ന് ചെയ്താൽ സൂപ്പർ ഡൂപ്പർ പ്രൊഡക്റ്റീവ് പേഴ്സൺ ആവുമല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ബട്ട് അത് നടക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ദ പവർ ഓഫ് വെൻ എന്ന ബുക്ക് വായിച്ചപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ക്രോണോടൈപ്പ് ഉണ്ട്. ചിലരൊക്കെ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, മറ്റു ചിലർ നൈറ്റ് ഔൾസും. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഒരു ദിവസത്തിലെ ഓരോ സമയത്തെ എനർജി ലെവല് വ്യത്യസ്തമായിരിക്കും. പിന്നെ നമ്മുടെ ഈ ടാസ്ക് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാ ടാസ്കിനും നമുക്ക് ഈ ഡീപ്പ് വർക്കിന്റെ ആവശ്യമില്ല. അങ്ങനെ ഡീപ്പ് വർക്ക് ആവശ്യമില്ലാത്ത ടാസ്കിനെ ഷാലോ വർക്ക് എന്നാണ് പറയുന്നത്. ഷാലോ വർക്കിന് ഫുൾ ഫോക്കസും വേണ്ട, ഹൈ എനർജിയും വേണ്ട. സോ ഈ 2 ബുക്കിലെ മെയിൻ കാര്യങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ പുതിയൊരു ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഡീപ് വർക്ക് ആൻഡ് ഷാലോ വർക്ക് ബേസ്ഡ് ഓൺ മൈ എനർജി ലെവൽ. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ ടാസ്ക് ലിസ്റ്റിൽ നിന്നും ഡീപ് വർക്ക് ഏതാണ്, ഷാലോ വർക്ക് ഏതാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ക്രോണോ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. രാവിലെ നേരത്തെ എണീറ്റ് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആണോ അതോ രാത്രിയാണോ ഫുൾ എനർജിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. ഇതിനൊക്കെ ബേസ് ചെയ്ത് വർക്ക് അലോക്കേറ്റ് ചെയ്യാം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. രാവിലെ നേരത്തെ എണീറ്റ് വർക്ക് ചെയ്യാൻ എനിക്ക് നല്ല എനർജി ഉണ്ടാവും. ഇങ്ങനെയുള്ള മോർണിംഗ് പേഴ്സണ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എനർജി ലെവൽ കുറയും.
രാത്രി വേഗം തന്നെ ഉറക്കവും വരും. ഇനി എന്റെ യൂട്യൂബ് വർക്ക് എടുത്താൽ ബുക്ക് വായിക്കുക, സ്ക്രിപ്റ്റ് എഴുതുക, തംബ്നെയിൽ ഉണ്ടാക്കുക, ഇതിനൊക്കെ നല്ലപോലെ ഫോക്കസും എനർജിയും വേണ്ട കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഇമെയിൽസ്, മെസ്സേജസിനൊക്കെ റിപ്ലൈ ചെയ്യുന്നത്, ടൈറ്റിലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, ഇതിനൊക്കെ അത്ര ഫോക്കസിന്റെ ആവശ്യമില്ല. സോ എന്റെ ഡീപ് വർക്ക് ബ്ലോക്ക് ഞാൻ രാവിലെ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഷാലോ വർക്കും ചെയ്യും. അതുപോലെ ചില ലോ എനർജി ഡേയ്സിൽ ഷാലോ വർക്ക് ആയിരിക്കും കൂടുതൽ ചെയ്യുക. ഡീപ് വർക്കിന്റെ ബ്ലോക്ക് കുറയ്ക്കും. ബിക്കോസ് അങ്ങനെയുള്ള ഡേയ്സ് എത്രയൊക്കെ ഫോഴ്സ് ചെയ്താലും ഐ നോ എന്നെ കൊണ്ട് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് പറ്റില്ല. ഇങ്ങനെ മൊത്തത്തിൽ ഒരു ബാലൻസ് കണ്ടെത്തിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങും. ഹാബിറ്റ് നമ്പർ 6, പ്ലാനിങ് മൈ ഡേ. പ്രൊഡക്ടിവിറ്റി ആൻഡ് സെൽഫ് ഹെൽപ്പ് ബുക്സിലൂടെയും പിന്നെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് വീഡിയോസിലൂടെയൊക്കെ ഈ ഒരു ടിപ്പിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഡേ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിക്ക് നല്ല ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് അറിയാമെങ്കിലും ഒരുപാട് പേരും അത് ചെയ്യാറില്ല. വലിയ പ്ലാനറും ആർട്ടും കലണ്ടറും ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത് നാളെ ചെയ്യാനുള്ള മെയിൻ ടാസ്ക് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്താൽ തന്നെ ആ ടാസ്ക് നമ്മൾ ചെയ്യാനുള്ള ചാൻസ് കൂടും. സോ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പ്ലാനിങ്ങിനായി നമ്മൾ ചിലവാക്കുന്ന ഓരോ മിനിറ്റും ആ ടാസ്ക് ചെയ്യാനായിട്ടുള്ള 10 മിനിറ്റ് എങ്കിലും സേവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇയർലി പ്ലാന്, ക്വാർട്ടർലി പ്ലാൻ, മന്ത്ലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, ഡെയിലി പ്ലാൻ, 12 വീക്ക് ഇയർ പ്ലാൻ, അങ്ങനെ പല പ്ലാൻസും ഇടാം. എന്റെ ഒരു സജഷൻ പലതും ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ നീഡ്സിനും പ്രയോറിറ്റിക്കും പ്രിഫറൻസിനും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാനിങ് മെത്തേഡ് കണ്ടുപിടിക്കുക. ഞാൻ മന്ത്ലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ ആൻഡ് ഡെയിലി പ്ലാൻ ആണ് ചെയ്യാറുള്ളത്. ഒരുപാട് ലോങ് ആയിട്ട് പ്ലാൻസ് ഇടാറില്ല. പിന്നെ ഫിറ്റ്നസ് ഗോൾസിന് വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ ഫ്യൂ മന്ത്സിലോട്ട് പ്ലാൻ ഇടേണ്ടി വരും. ഇതൊക്കെയാണ് ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ഹാബിറ്റ്സ്. 30+ പ്രൊഡക്ടിവിറ്റി ബുക്സ് വായിച്ചതിൽ നിന്നും ഞാൻ പഠിച്ച ഒരു കാര്യം ഇതാണ്: ബുക്കിൽ പറയുന്ന എല്ലാ കാര്യവും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇനി അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നടക്കുകയില്ല. ഒരു ഐഡിയ ആണെങ്കിലും മതി നമുക്ക്, ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അതൊക്കെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അങ്ങനെ പല ബുക്സിലൂടെ പഠിക്കുന്ന ചെറിയ ചെറിയ ഐഡിയാസ് എല്ലാം കൂടി കൂടുമ്പോൾ നല്ല പവർഫുൾ റിസൾട്ട്സ് ഉണ്ടാകുന്നത് നമുക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏത് ഹാബിറ്റാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്ന് കമന്റ്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലെ ബുക്കിൽ നിന്നുള്ള റിയൽ ലൈഫ് ലെസൺസ് വേണമെങ്കിലും കമന്റ് ചെയ്യുക. റീഡിംഗ് ബുക്സ് പവർഫുൾ ആണ്, ബട്ട് അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴേ ആ ബുക്സ് ചേഞ്ച് മൈ ലൈഫ് എന്ന സ്പെഷ്യൽ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിറയെ ബുക്സ് വായിക്കുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.